അപ്പോൾ നമ്മളെ മുറ്റം നിറയെ പൂക്കൾ എന്നും സീസണില്ലാതെ നല്ല കളർഫുള്ളായ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ വിങ്കാ റോസ് വെക്കാൻ ഭയങ്കര രസകരം. അത് എല്ലാ കളേഴ്സും ഇങ്ങനെ മിക്സ്ഡാക്കി ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിരനിരന്നായി വെച്ചുകൊണ്ട് വളർത്തി ഒന്ന് കെയർ ചെയ്താൽ ഭയങ്കര രസത്തിൽ നല്ല ബുഷായിട്ടുണ്ടാവും. ഇത് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയാണ്. പക്ഷെ മഴ ഒരു പ്രശ്നമാണെന്നുള്ളൂ. ഈ മഴക്കാലമൊക്കെ ആയാൽ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അല്ലാത്തൊന്നും കുഴപ്പമില്ല, ചട്ടിയിലൊക്കെ നമ്മൾ മഴ കൊള്ളാത്തോടത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സും ഇപ്പോൾ നഴ്സറികളിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളടുത്ത് 3-4 കളർ ഉണ്ടെങ്കിൽ അതിങ്ങനെ മിക്സ്ഡാക്കി വെച്ചാലും പിന്നെ വിത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതേ പൂ തന്നെ ഉണ്ടാവും. പക്ഷെ ചിലത് നമ്മൾ മിക്സ് ആകുമ്പോൾ വേറൊരു കളറിലൊക്കെ മാറി വരലുണ്ട്. അങ്ങനെ എനിക്ക് 2-3 കളേഴ്സൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ മിക്സായി വരും. അപ്പോൾ വേറെ കളർ പിന്നെ ഇതിൻ്റെ വിത്ത് വെച്ചുകൊണ്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ വിത്താണിത്. ഈ പച്ച കളറിൽ കാണുന്ന ഈ നീണ്ടുള്ള ഇത് അത് ഉണങ്ങി ഒരു കറുപ്പ് കുഞ്ഞു കുഞ്ഞു മണികളാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. അത് പാവിയാലും തൈ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കമ്പ് നട്ട് കാണും തൈ ഉണ്ടാക്കാം. കമ്പാവുമ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച ഉടനെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും. തൈയാവുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, അത്ര മാറ്റമുള്ളൂ. ഞാൻ പിന്നെ കുറേ ഇങ്ങോട്ട് വലുതാവുമ്പോൾ ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ കമ്പ് ഇങ്ങനെ വെട്ടി കൊടുക്കുമ്പോൾ നല്ല ബുഷായിട്ട് വരും. അപ്പോഴാണ് ബുഷായിട്ട് വരിക. ഇത് നേരെ ഇങ്ങനെ പോരുമ്പോൾ ഒന്നാണ് കട്ട് ചെയ്ത് കൊടുത്താൽ 3-4 ബ്രാഞ്ചസ് വരും. അപ്പോൾ അതിന്മേലൊക്കെ പൂക്കളുണ്ടായിരുന്നു. ഇത് പൂക്കൾ ഉണ്ടാകൽ തുടങ്ങിയാൽ പിന്നെ നിൽക്കലില്ലല്ലോ. അത് ഉള്ളവർക്ക് അറിയാവും, ഇല്ലാത്തവർക്കും അത് എന്നും പൂക്കൾ അതിന്മേൽ പൂവിടൽ തുടങ്ങിയാൽ പിന്നെ ഇതിമ്പോൾ പൂവില്ലാണ്ട് നിൽക്കണ കണ്ടിട്ടില്ല. അത്ര നിറയെ പൂക്കളാണ്, ഭയങ്കര ഭംഗിയാണിത് കാണാൻ.